തുടങ്ങാം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്, നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മളിപ്പോൾ ഏറ്റവും സന്തോഷം ഉള്ള കാര്യം, കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഒരു 105 ദിവസത്തെ യാത്രക്ക് തയ്യാറായിരുന്നു അല്ലെ? എല്ലാവരും അതിൽ ചേർന്ന് ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. രാവിലെ 5 മണിക്ക് നമ്മൾ തുടങ്ങുന്ന പരിപാടി എന്ന് പറഞ്ഞു. 5 മണി തൊട്ട് ഒരു 3-4 ടെക്നിക്, സേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അത് വളരെ ഭംഗിയായി തന്നെ 90% ആൾക്കാരും കംപ്ലീറ്റ് ചെയ്യുന്നു ആ ടാസ്ക്. അവരവരെ മാറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവനവനിൽ മാറ്റമുണ്ടാക്കാനായിട്ട് ഏറ്റവും ലളിതമായ ഒരു, എന്താ പറയാ, ഈ ലോകത്തിൽ അവൈലബിൾ ആയതിൽ ഏറ്റവും ലളിതമായ മാർഗം സേവേഴ്സ് എന്ന് പറഞ്ഞാൽ, അവനവനിൽ മാറ്റമുണ്ടാക്കാനായിട്ട് ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെ നമ്മൾ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത ആൾക്കാരോട് എല്ലാവരുടെ ഉള്ള ഒരു ഒറ്റ റിക്വസ്റ്റ് ആണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ആ ടാസ്ക് തീരുന്നത് വരെ അൺകോംപ്രമൈസ് ആയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഉയർത്താൻ വേണ്ടി, നിങ്ങൾ നിങ്ങളോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളോട് കുറച്ചെങ്കിലും റെസ്പെക്ട് ബാക്കിയിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അല്ലെ, നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. അപ്പൊ നമുക്ക് ദൈവത്തിൽ കഴിഞ്ഞിട്ട് അപ്പുറത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ ദൈവത്തിനോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ആ നൽകിയ ദൈവം നിങ്ങൾക്കായിട്ട് നൽകിയ ആ സമയത്തെ, അതിരാവിലെയുള്ള സമയത്തെ മറ്റു കാരണങ്ങൾ പറഞ്ഞൊന്നും അല്ലെങ്കിൽ മടി കാരണമെന്നൊന്നും ഒഴിവാക്കിയേക്കരുത്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കാനാണ് ആദ്യം പറഞ്ഞത്. വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ശരീരത്തിന് അനക്കം കൊടുക്കാനായിട്ട് ഒരു ചാട്ടവും ഓട്ടവും ഒക്കെ നടത്താൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു പുസ്തകം, ഒരു മോട്ടിവേഷൻ, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കേൾക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചില 2-3 പേജുകൾ വായിക്കാൻ പറഞ്ഞു. ആ വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി, ഈ തലയിലേക്ക് നിങ്ങളത് വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി, അതിനെ ഒന്ന് കുറിച്ചു വെക്കാൻ പറഞ്ഞു. നന്ദി പറയാൻ പറഞ്ഞു. സന്തോഷത്തോടെ ചിരിക്കാൻ പറഞ്ഞു. ഇത്ര മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവരും ചെയ്യാൻ, ഇതെല്ലാ കാര്യങ്ങളും എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ അഫർമേഷൻ എഴുതുകയോ നമ്മുടെ തോട്ട്സുകൾ എഴുതുക, എന്ത് വേണമെങ്കിലും ആയിക്കോളും. പക്ഷെ നമ്മളെ ഉയർത്താനായിട്ട് എഴുതുക, വായിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുക. ഈ പ്രക്രിയയിലൂടെ മനസ്സിനെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ പാട്ടായിട്ട് പറയാനുള്ളത്. ഏത് തത്വം എടുത്താലും അത് പോസിബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ള 100% ഉറപ്പോടുകൂടിയാണ് ആ പ്രോസസ്സ് നടന്നു പോകുന്നത്. ഇപ്പോൾ ഞാനിത് പറയുന്നത് കേൾക്കുന്ന ആരെങ്കിലും അവനവനെ മാറ്റാനായിട്ട് അവനവൻ തയ്യാറാണെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്ന വാക്ക്, അവനവനെ മാറ്റാനായിട്ട് അവനവൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് എവിടെയാണ് പിടിവള്ളി എന്ന് അന്വേഷിച്ച് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കയറി വന്നോളൂ മക്കളെ, ഇവിടെ അതിൻ്റെ സ്ഥലമുണ്ട്. നമ്മൾ സന്തോഷത്തിനും സ്നേഹത്തിന്റെയും ഭാഷയിൽ തന്നെ അതിന് നമുക്ക് പാകപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇവിടെ ആരും നിർബന്ധങ്ങളില്ല, ആരും ആരെയും ഉപദേശിക്കുന്നില്ല, ആരും ആരെയും വഴക്ക് പറയില്ല, ആരും ആരെയും എന്താ പറയാ ഒന്നുമില്ല. വളരെ അൺകണ്ടീഷണലായിട്ട്, ആ വാക്ക് ഒന്നുകൂടി ഉപയോഗിക്കാം, അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ എന്താണോ അതുപോലെ നിന്നുകൊണ്ട് നിങ്ങളിൽ ഉണ്ടാവേണ്ട മാറ്റത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ കയറി വരുന്നവര് താഴെ ഇതിന്റെ കൂടെ ഞാൻ ഈ എല്ലാ വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. ആ നോട്ട് നോക്കി വായിച്ച് അതിലുള്ള ആൾക്കാർ ഒന്നിക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ആ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുമ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളോട് സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഇന്നത്തെ ക്ലാസ് വളരെ, ഇത് ഇപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് യഥാർത്ഥത്തിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടേ അല്ല. കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി
ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലാക്കി എന്റെ ക്ലാസ്സിൽ കയറിയതിനു ശേഷം, ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്നതിന് ശേഷം ഇത്തരം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നേ ഇല്ല എന്ന് തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ ഉണ്ടാവാത്ത സിറ്റുവേഷനാണ് മനസ്സ് കൈവിടുമ്പോൾ എന്നുള്ളത്. നിങ്ങൾ മനസ്സിൽ കൈവിടുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പൊ എവിടെ കയറി പിടിക്കണമെന്നുള്ള ഇവിടെ കച്ചിത്തിരുമ്പോൾ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അത് പിടിച്ചു പോകും. പക്ഷെ ഇന്നിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇതല്ലാതെ പുറത്തു നിൽക്കുന്ന ജീവിതത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സ് ഒരു വിസ്മയം എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കഥാപാത്രം സുജിത്ത് എന്തിനു വേണ്ടിയിട്ടാണോ കടൽ പാലത്തിൽ നിന്ന് താഴോട്ട് ചാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിൽക്കുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ ഈ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ പരിചയത്തിലുള്ള നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ കൂട്ടുകാരിയൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ മനസ്സ് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ അവർക്ക് വേണ്ടി ഉള്ള ഒരു ക്ലാസ് ആണിത്. അവരത് സുഖമായിട്ട് ലളിതമായി ചെയ്യാൻ പറ്റുന്ന 1-2 ടെക്നിക്കുകൾ പഠിപ്പിക്കാനുള്ള ഒരു ക്ലാസ് ആണ് ഇത്. ആർക്കും ലളിതമായി ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ചിലപ്പോ കൈവിട്ടു പോകാം. അതിന് സാധ്യതയുള്ള സാധനമാണ്. കാരണം ഈ മനസ്സിനെ എവിടെയും നെട്ടും ബോൾട്ടും വിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാത്തൊരു സാധനമാണ്. കൈയാണെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, കാലാണെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, മൂക്കാണെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ചെവിയാണെങ്കിൽ ഇതെല്ലാം അവയവങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലും പറ്റാത്ത സാധനമായതുകൊണ്ട് അത് എവിടെയും ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കൈവിട്ടു പോവുക എന്ന് പറയുന്നത് ഒരു പുത്തൻ സംഭവമൊന്നുമല്ല. അത് നിങ്ങൾക്ക് മാത്രമൊന്നും അല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പലപ്പോഴും എനിക്കും ഉണ്ടാവും, മറ്റുള്ളവർക്കും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ളവർ ഒന്ന് ആ സമയത്ത് ഇത് വന്നു പോവുക. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് ബാക്കി നമുക്ക് കുറച്ചുകൂടി സംസാരിച്ച ക്ലാസ്സിലേക്ക് പോകാം. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിപ്പോ 2-3 ദിവസമായിട്ട് നല്ല ടൈറ്റ് ഷെഡ്യൂളിൽ കടന്നു പോവുകയാണ്. ടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ക്ലാസ് കഴിയുമ്പോൾ ഒരു ക്ലാസ്, ഒരു ക്ലാസ് കഴിയുമ്പോൾ ഒരു ക്ലാസ്. ഇത് ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഞാൻ ഈ സാധനത്തെ ഇറക്കിക്കൊണ്ടിരിക്കണം, അല്ലേ? ഇതിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതേ സമയത്ത് നമ്മളൊരു പുതിയ കോഴ്സ് അനൗൺസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞത്. ആ കോഴ്സിന്റെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കുന്ന നല്ല തിരക്കിലാണ്, നല്ല അതിനെപ്പറ്റി ചിന്തിക്കണം. കാരണം ഞാൻ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ്. 4 കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള ക്ലാസ്സിനെ പറ്റിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നല്ല കറക്കമുണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ മാസം ഫസ്റ്റാണ്, ഒരുപാട് കാര്യങ്ങൾ ഓഫീസിൽ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെയും അതും ഇത്. അപ്പൊ ഇവിടുത്തെ ഈ സിറ്റുവേഷനും ഓഫീസ് സിറ്റുവേഷൻ രണ്ടായിരിക്കുമല്ലോ എന്തായാലും. ഞാൻ ചെയ്യുന്ന ബിസിനസ് മറ്റൊരു ബിസിനസ് ആകുമ്പോൾ അപ്പൊ മനസ്സ് വല്ലാണ്ട് ഇതാകും. ഇന്ന് രാവിലെ 3 ദോശയും കഴിച്ച് പോയ പോക്കാണ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇപ്പൊ ഇവിടെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റൊന്നും തലയിൽ കയറുന്നില്ലാത്ത അവസ്ഥയാണ്. കാരണം അത്രയും തിരക്കുണ്ട്. ഇത് അത്രയും നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിപ്പോകും. എന്താ ചെയ്യുന്നത്? അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം ഞാൻ തിരുമുന്ന ക്ലാസ്സും ഇതാണെന്ന് അഡ്മിൻ പ്രസീത പറഞ്ഞു, ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ നമുക്കെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. തിരിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ സാധനം ഇവിടെ ചാണ്ടുന്നുണ്ടല്ലോ, ഇന്ന് ക്ലാസ് എടുക്കാനുള്ള വകുപ്പ് പോലും ഇല്ലാതായല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന സാധനം. നേരെ പോയി നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് വന്നു. കുളിച്ച് വന്ന് ഇരുന്നിട്ട് ഞാൻ ഇതേ ടെക്നിക്ക് ഇവിടെ എടുത്തു. ആ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചു, ഇവിടെ വന്നിരുന്നു. ഇതാണ് ഇന്ന് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ എന്നെ കണ്ടു നിങ്ങൾക്ക് എന്ത് തോന്നും? ഫുൾ ഓക്കെ അല്ലേ? ഫുൾ സന്തോഷത്തോടെ ഹാപ്പിയോട് വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഏത് കാര്യവും പറയുമ്പോൾ ഞാനത് ഉപയോഗിച്ച് തന്നെയാണ് പറയുന്നത്. മനസ്സിന്റെ ചാഞ്ചാട്ടം സ്വാഭാവികമാണ്. അതല്ലാതെ എനിക്ക് മാത്രം എന്ന് പറഞ്ഞിട്ട് ആരും സ്വന്തമാക്കി വെക്കേണ്ട ഈ മനസ്സിന്റെ ചാഞ്ചാട്ടത്തെ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ എന്നെ പോലെയും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത്രയും ആൾക്കാരുടെ പോലെയൊക്കെ ഉള്ളവർക്ക് ഇത് തിരിച്ചു പിടിക്കാനുള്ള ടെക്നിക്ക്, ഒന്ന് പോക്കറ്റിൽ കൈയിട്ട് എടുത്ത് വെക്കുക. ഈ സാധനം എപ്പോഴും പോക്കറ്റിൽ ഇട്ട് വെക്കുക. എപ്പോഴാണോ ഈ സാധനം കൈവിട്ട് പോകുന്നത് അപ്പൊ സാധനം എടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ഇതിന് മാറ്റി വെക്കുക. തിരിച്ച് ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ലളിതമായ ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതിനെല്ലാവരും തയ്യാറായിക്കുക. അതിനു മുമ്പ്
നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ, ചടങ്ങുകളില്ല അല്ലെ, ഏതൊരു കാര്യം നടത്തുമ്പോൾ കുറച്ച് അതിനു മുമ്പുള്ള ചടങ്ങുകളുണ്ടല്ലേ, ആ ചടങ്ങുകൾ നമുക്ക് കേൾക്കാം. കാരണം കുറച്ച് നമുക്ക് സന്തോഷം, ഒരു ഇൻസ്പിറേഷൻ ഒക്കെ വേണം. ഇതിൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് ക്ഷമയോടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്നവർ എന്റെ ക്ലാസ്സിൽ എപ്പോഴും ക്ഷമയോടെ ഇരിക്കാൻ പഠിക്കണം. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കുന്ന സാധനത്തിന്റെ പേരാണ് ക്ഷമ. കാരണം 1 മണിക്കൂറൊക്കെ വീഡിയോ ഇരുന്ന് കാണുന്നത് തന്നെ നിങ്ങൾ വലിയ ക്ഷമയുടെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾ ആരും ക്ഷമയില്ല എന്ന് പറയരുത്. എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാരും ക്ഷമയില്ല എന്ന് പറയരുത്. കാരണം നിങ്ങളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഓരോ ദിവസവും. അപ്പൊ നിങ്ങൾക്ക് ഇത്ര ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ പേരത്ത് നിങ്ങൾക്ക് ക്ഷമയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ എപ്പോ പെരുമാറുമ്പോൾ ഓർക്കുക, അയ്യോ എനിക്ക് ക്ഷമയുണ്ടല്ലോ, കാരണം ഞാൻ സാറിന്റെ വീഡിയോ ഇത്രയും കാണുന്നില്ല, അപ്പൊ എനിക്ക് ക്ഷമയില്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. അപ്പൊ സന്തോഷത്തോടു കൂടി നമുക്ക് ക്യാപ്സൂൾ കഴിച്ചിട്ട് അനുഭവം പറയാം. ക്വിക്കായിട്ട് പറയണം. സന്തോഷത്തിന്റെ ലോട്ടറി അടിച്ച കഥയും പൈസ കിട്ടിയ കഥയും ഒക്കെ പറഞ്ഞോളൂ. മറ്റുള്ളവനത് കേൾക്കുമ്പോൾ ഏതാണ്, പക്ഷെ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ. കേൾക്കുന്നവന് ഒരു റിക്വസ്റ്റ് ആണ്, പറയുന്നവർ പറഞ്ഞോളൂ. കേൾക്കുന്നവനോട് റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇത് കേൾക്കുമ്പോ ആ വയറ്റിലെ താഴേക്കിടയിൽ നിന്ന് ഒരു സാധനം ഇറങ്ങി വരുമല്ലോ, ഏതാണ് ആ സൂയ എന്ന് പറയുന്ന സാധനം, അതില്ലാതെ സൂക്ഷിക്കണം. അതുണ്ടാവരുത്, അത് മാലിന്യമാണ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ സന്തോഷത്തിൽ നിങ്ങളുടെയൊക്കെ മുഖം വിരിയണം, ഗ്രാറ്റിറ്റ്യൂഡ് നൽകണം. ഈ പറയുന്നവർക്ക് നന്ദി പറയണം, കേൾക്കുന്ന നിങ്ങൾക്കും നന്ദി പറയണം. കാരണം ഇത് കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്നുള്ള നന്ദിയെങ്കിലും നിങ്ങൾ പറയാൻ ശ്രമിക്കണം. മറ്റൊന്നയ്യോ അവർക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പറയാനുള്ള പ്രധാന കാരണം, ഇന്നൊരാള് ഈ തിരക്കിന്റെ ഇടയിലും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചത് ഇത്രയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്നുകൊണ്ട് പറയാണ്. മെസ്സേജ് അയച്ചത് ഇത്രയാണ്: സാറേ, എനിക്ക് ഇന്നത്തെ 16-ാം തീയതി 50,000 രൂപ വേണം സാർ. ഒരു ടെക്നിക്ക് പെട്ടെന്ന് പറഞ്ഞു തന്നെ എനിക്ക് ആ കാശ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഈ തിരക്കിനിടെ ഞാൻ അന്തിച്ചിരുന്നു, എന്താ പറയാ ഞാൻ എന്താ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? സാറേ പൈസ ഇല്ല, ജോലിയില്ല, 23 വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു, ഒട്ടും ഇമ്പ്രൂവ്മെന്റ് ഇല്ല ആ ബിസിനസ്സിൽ, ആ ജോലിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. അതുകൊണ്ട് 50,000 രൂപ ഉണ്ടാക്കാൻ ടെക്നിക്ക് സാർ ഇപ്പൊ ഒന്ന് പറഞ്ഞു തന്നേന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് മറ്റന്നാൾ 50,000 രൂപ ഉണ്ടാക്കാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അല്ലേ, ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കാൻ? ഞാൻ പറഞ്ഞു, ടെക്നിക്കുകൾ ഒരുപാടുണ്ട്, അത് യൂട്യൂബ് വീഡിയോയിൽ ഒരുപാട് ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ടത് നിങ്ങളാണ്. എനിക്കത് ചെയ്തു കഴിഞ്ഞാൽ ഞാനത് ചെയ്താൽ എനിക്ക് കാശ് കിട്ടും, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കാശ് കിട്ടും. പക്ഷെ ചെയ്യേണ്ടത് നിങ്ങളാണ്. ആദ്യം അത് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അല്ല, അത് കാണാനൊന്നും എനിക്ക് സമയമില്ല, സാറിന്റെ വീഡിയോ ഒന്നും കാണാൻ എനിക്ക് സമയമില്ല. കാരണം 1 മണിക്കൂറും 15 മിനിറ്റ് സാർ. എന്നിട്ട് പറഞ്ഞു തരും, സാർ എത്ര ലെങ്ത് എടുത്തിട്ട് ആ വീഡിയോ ചെയ്യുന്നു, 1 മണിക്കൂറൊക്കെ കേൾക്കാൻ സമയമുണ്ടോ സാറേ? സമയമില്ല അതിന്. സാർ പെട്ടെന്നൊരു ടെക്നിക്ക് എന്നാണ് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ അടുത്ത എന്തായിരിക്കും അവര് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഈ വാട്സപ്പില് കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത കുറെ ഓപ്ഷൻസ് കാണാം. അതില് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരെ അത് പ്രസ് ചെയ്ത് വെച്ചു. കാരണം സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല അവരോട് അല്ലെ. പ്രാക്ടീസ് ചെയ്യാൻ ക്ഷമയില്ലാത്തവർക്ക് ഒന്നും ലഭിക്കില്ല. അതുകൊണ്ട് 22 വർഷമായിട്ടും ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ? അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, ടെക്നിക്കുകൾ ക്ഷമാപൂർവം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കിട്ടും നിങ്ങൾക്ക്. അല്ലാതെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാം. ഒറ്റ വഴിയുള്ളൂ, 50,000 രൂപ എടുത്തു കൊടുക്കണം. അപ്പൊ പിന്നെ ആ പ്രശ്നം തീരുമായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനെ ആരെങ്കിലും യൂട്യൂബ് വീഡിയോ, സാറിന്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് 10 മിനിറ്റ് കൊണ്ട് ടെക്നിക്ക് പഠിപ്പിക്കാമെന്നുള്ള ചിന്തയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരരുത്. അങ്ങനെയില്ല. ക്ഷമാപൂർവ്വം കേട്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് 50,000 അല്ല, 5 ലക്ഷം അല്ല, 5 കോടി കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. അല്ലാതെ ഒരു ടെക്നിക്കില്ല. ഓക്കെ, അപ്പൊ സന്തോഷപൂർവ്വം നമുക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തോളൂ. ആർക്കാണുള്ളത് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഒരാള് പെട്ടെന്നാണോ അൺമ്യൂട്ട് ചെയ്യുന്നവർ പെട്ടെന്ന് ചാടി 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 വരണം. യെസ്, പ്രമീള പറഞ്ഞു. എനിക്ക് കുറച്ച് ശബ്ദം കൂട്ടി പറയണം പ്രമീള. ബുക്ക് കിട്ടി, പിന്നെ താങ്ക്സ് പറയണമെന്ന് ഇന്നലെ കുറെ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. അത് ഒന്നും റെഡി ആവുന്നില്ല. പിന്നെ അതിന് ഒരുപാട് നന്ദി സർ. പിന്നെ ഇന്ന് എനിക്ക് പുറത്ത് പോവാൻ പറ്റി. പിന്നെ ഞാൻ ചെറിയ ചെറിയ പേപ്പറിലൊക്കെയാണ് ഈ സാറ് പറഞ്ഞു തരുന്ന ആ അഫർമേഷൻ മാതിരി ചെയ്തിട്ടുണ്ടായിന്ന്. ഇന്ന് ഞാൻ പോയിട്ട് നോട്ട് മേടിച്ചു സാർ.
പുറത്ത് പോയി ഞാൻ എന്റെ ഹസ്ബൻഡ് കൂട്ടിയിട്ട് പോയി. ഞാൻ വരട്ടേന്ന് ചോദിച്ചപ്പോ അവൻ പെട്ടെന്ന് വന്നോ പറഞ്ഞ് കൂട്ടിയിട്ട് പോയി. ഞാൻ നോട്ട് മേടിച്ച് 2 പേന മേടിച്ച് പിന്നെ ഇനി ഇതിൽ ഞാൻ എഴുതാം സാർ ഇത് നോട്ട്. പിന്നെ അവിടെ പോയപ്പം ഇതിന് 75 റുപ്യാണ്, അവർ 32 റുപ്യക്ക് തരാന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇത് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവിടുന്ന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു സാർ. എന്നിട്ട് പിന്നെ ഇന്നലെ സാറിന്റെ അടുത്ത് ഇതിന്റെ ബുക്കിന്റെ നന്ദി പറയാൻ വേണ്ടിയിട്ട് കിട്ടാത്തതിന് പിന്നെ പ്രസീത മാമിന്റെ അടുത്ത് പറഞ്ഞു. ഇന്ന് പ്രസീത മാമിനെ കണ്ട് സംസാരിച്ച് അതില് ഭയങ്കര സന്തോഷായി. പിന്നെ ഇന്നലെ ശുഭ മാം ക്ലാസ് എടുത്തത് ഇന്ന് കണ്ടതിലും ഭയങ്കര സന്തോഷായി. അമ്പലത്തിൽ പോവാൻ തുടങ്ങി. പിന്നെ അവിടെ ഇന്ന് പോയിട്ട് ഇപ്പൊ വന്നിരുന്നതാ സർ. ഞാൻ ചോദിച്ചിട്ട് വന്നിരുന്നതാ. എനിക്ക് 1 മണിക്കൂർ സമയം തരുമോ, എനിക്ക് 1 മണിക്കൂർ വേറൊരു വർക്ക് ഉണ്ട്, അതിന് പോയിട്ട് വരാനായിട്ട് ഓടി വന്നതാ. അതിലും ഭയങ്കര സന്തോഷമുണ്ട്. 9:15 ഞാൻ അങ്ങ് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2-3 ദിവസത്തിന് എനിക്ക് കുറച്ച് അങ്ങ് പോവാനുള്ള തിരക്കുണ്ട് സാർ. എല്ലാരെ കണ്ടപ്പം ഒരുപാട് ദിവസം ഇത് കഴിഞ്ഞ എല്ലാരെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട് സാർ. എനിക്കറിയാം എന്തൊക്കെയോ മാറ്റമുണ്ട്. എനിക്ക് എന്തൊക്കെയോ കിട്ടിയ മാതിരി തോന്നുന്നുണ്ട്. എനിക്ക് ഇപ്പം പഴയ ഒരു ഇതൊന്നുമില്ല, എന്തൊക്കെയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്കറിയാം. പിന്നെ ഞാൻ ഇന്ന് പോയതിന്റെ സാർ ഇന്നലെ പറഞ്ഞില്ല, ഒരു ബുക്ക് ഇതിൽ എഴുതിയിടണം, അതിൽ ഇത് എഴുതിയിടാൻ തുടങ്ങി. പിന്നെ 105ന്റെ ദിവസത്തിന്റെ ഇത് എനിക്ക് ചേരാൻ പറ്റിയില്ലെങ്കിലും സാറ് പറഞ്ഞത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ രാവിലെ വെള്ളം കുടിക്കുന്നതും ഇരിക്കുന്നതും പിന്നെ നടക്കുമ്പോൾ പറയുന്നതും ബുക്കിൽ എഴുതി വെക്കുന്നതും, സാറിന്റെ ബുക്ക് ഞാൻ വായിക്കാൻ തുടങ്ങി. അതിൽ നിന്നും എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് എഴുതാൻ തുടങ്ങി. ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സാർ. 2 ദിവസം ഞാൻ ചെയ്തു. അതിലൊരുപാട് നന്ദി. എനിക്ക് സന്തോഷം. ഏറെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ അറിയോ, നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഒരു ചെറുത് ആ ചെറിയ കാര്യത്തെ പോലും നിങ്ങൾ ആസ്വദിക്കുന്ന ആസ്വാദനം ഉണ്ടല്ലോ, അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഉണ്ടാക്കുന്ന ഒരു ഇപ്പൊ എല്ലാവരും ടൈപ്പ് ചെയ്യല്ലേ, നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷം. ആ നിഷ്കളങ്കമായ വാക്കുകള്, ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ പോലും അതിൽ ഉണ്ടാകുന്ന നന്ദി, നിങ്ങൾ പുറത്തിറങ്ങാത്ത ഒരാൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാഡം. അത്രയും സന്തോഷം. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു. സന്തോഷം. അതെ, പുറത്തിറങ്ങാത്തതിന്റെ ഒരു എന്തോ ഒരു തപ്പി തടയുന്ന മാതിരിക്ക് ഒരു ഇതുണ്ട്. പിന്നെ അപ്പോഴും ഞാൻ പറയും പിന്നെ എനിക്ക് ഇതിനെല്ലാം മറികടക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിൽ ഇന്ന് ഞാൻ ഇങ്ങനെ റോഡൊക്കെ ക്രോസ് ആക്കുമ്പോ ഒരു പേടി എനിക്ക് പോവാത്തതിന്റെ ആണ്. അത് ശരിയാവും, ഇനി ശരിയാവും സാർ. സാറിന്റെ അനുഗ്രഹം എനിക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്. നിഷ്കളങ്കമായി പറയുന്ന വാക്കുകൾ ഞങ്ങളുടെ എല്ലാവരും മനസ്സ് നിറക്കുന്നു. നിഷ്കളങ്കമായ നിങ്ങളുടെ വാക്കുകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുസ്തകം അയച്ചതും. വായിക്കുക, വളരെ നന്ദി. മനസ്സിൽ ഒരുപാട് മാറ്റം വരുത്തുക. ഇപ്പൊ സാറ് സുജിത്ത് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ ആ കഥ വായിച്ചിട്ട് ഞാൻ 2 പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചു. അപ്പൊ അത് കുറച്ച് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് സാർ. സാറിന്റെ അനുഗ്രഹം എപ്പോഴും എനിക്ക് പ്രസീത മാമനും മറ്റു രാധിക മാമനും നന്ദി. എല്ലാവർക്കും നന്ദി. ഇന്ന് ക്ലാസ് എടുത്ത സുധാ മാമനും നന്ദി. ആശാലക്ഷ്മി മാമനും നന്ദി. പ്രപഞ്ചത്തിനും ദൈവത്തിനും എല്ലാവർക്കും നന്ദി. എത്ര പറഞ്ഞാലും മതിയാവൂല. എന്റെ ജീവിതം മാറ്റി മറിച്ചത് സാറിന് ദൈവത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞോളൂ. എനിക്ക് എന്റെ മകന്റെ തൊണ്ടവേദന ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു ഡോക്ടർ പല ടെസ്റ്റുകൾ നടത്തി നോക്കിയിട്ടും മരുന്ന് കഴിച്ചിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോ ഇതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു അവന്റെ തൊണ്ടവേദന മാറിക്കിട്ടാൻ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ മാറി അവന്റെ തൊണ്ടവേദന. നന്ദി സാറിന് നന്ദി. പിന്നെ എനിക്ക് ചുമ 3-4 മാസമായി ചുമ തുടങ്ങിയിട്ട്.
അത് മരുന്ന് കഴിച്ചിട്ടും പല ടെസ്റ്റുകളും നടത്തി നോക്കി. പക്ഷെ അതിലൊന്നും കുഴപ്പമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. മരുന്ന് കഴിച്ചിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. 2 ദിവസമായിട്ട് ഇത്തിരി കുറവുണ്ട് എനിക്ക്. ഇത്തിരി നല്ല കുറവുണ്ട്. ഇന്ന് നല്ല കുറവുണ്ട്. അപ്പൊ പൂർണ്ണമായും ചുമയായിരുന്നു എനിക്ക്. ഓക്കെ സുധീഷ്, നാളെ വൈകുന്നേരമാകുമ്പോ പൂർണ്ണമായി അത് ഭേദമാകും കേട്ടോ. I-R-5 ദി സിറ്റുവേഷൻ എന്ന് ഒരു 21 തവണ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. ഇപ്പൊ ഈ വോയിസ് നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്യുക. I-R-5 സിറ്റുവേഷൻ 27 പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു, 21 പ്രാവശ്യം. അത് കഴിഞ്ഞ് ഒരു 10 മണിക്ക് വീണ്ടും പറയുക, രാവിലെയും പറയുക. നാളെ ഉച്ച കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറും. വൈകുന്നേരം ആകുമ്പോൾ പൂർണ്ണമായും നിങ്ങൾ ഓക്കെ കേട്ടോ. താങ്ക് യു സാർ. എന്റെ ഏറ്റവും വലിയ വിഷയം ഇപ്പൊ സാമ്പത്തികവും എന്റെ കുടുംബ വിഷയവുമാണ്. ശരി, അത് മാത്രമാണ്. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനോ കഴിയുന്നില്ല. അടുത്ത ആരും പറയാൻ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ. എന്റെ പേര് സന്ധ്യ. സന്ധ്യ പറഞ്ഞു. കൊടുങ്ങല്ലൂരാണ് എന്റെ വീട്. ഞാൻ തൃശ്ശൂർ പ്രോഗ്രാമിന് പങ്കെടുത്തിരുന്നു. അന്ന് സാർ എനിക്കൊരു ബുക്ക് സാറിന്റെ കയ്യൊപ്പോടുകൂടി മക്കളെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് തന്നായിരുന്നു. എനിക്ക് 2 മക്കളാണ്. 2 പേരും ഇപ്പൊ എന്റെ കൂടെ ഇല്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ അവിടെ പഠിപ്പിച്ചു. അത്യാവശ്യം ജോലിയിലേക്കൊക്കെ ആക്കി കൊടുത്തു. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ HDFC ലൈഫിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ വർക്കൊക്കെ കുറവായിരുന്നു. അപ്പൊ സാർ എന്നെ പറഞ്ഞു നമുക്ക് വരുമാനത്തിന് വേറൊരു മാർഗം കൂടി കണ്ടുപിടിക്കണമെന്ന്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ആരെങ്കിലും അവന്റെ വീട്ടിൽ ജോലിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ ചെയ്യട്ടെ ആ വർക്കെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോ അവന്റെ വീട്ടില് അവന്റെ ഉമ്മയുടെ കൂടെ നിൽക്കാനും പോകുന്നുണ്ട്, ലൈഫിന്റെ വർക്കും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ബിസിനസ്സിൽ ഇന്നലെ എനിക്കൊരു 1 lakh പോളിസി കിട്ടി. നല്ല കമ്മീഷൻ കിട്ടും, പേ ഔട്ട് കിട്ടും. ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു യൂണിവേഴ്സ്. വെരി ഗുഡ് സന്ധ്യ. സാറേ ഞാൻ പറഞ്ഞോട്ടെ? ശൈലജ പറഞ്ഞോ. സാറേ ഞാന് മെനഞ്ഞാന്ന് മെഡിറ്റേഷൻ 3 ദിവസത്തെയും ചെയ്തപ്പോ നല്ല ഒരു ഇതായിരുന്നു. അപ്പൊ ആ മെഡിറ്റേഷനിൽ ഞാൻ എഴുതി വെച്ച് ഒരു കാര്യം ഇന്ന് നടന്നു, അത് ഇന്ന് തന്നെ നടക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയിരുന്നു. അത് ഇന്ന് എനിക്ക് നടന്നു. ഒത്തിരി സന്തോഷം അതിനകത്ത്. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2ാമത്തെ ദിവസം നമ്മൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുവാ സാറേ, ഞങ്ങളുടെ ഓഫീസിലെ HR മാനേജർ ഇങ്ങനെ നിന്ന് എല്ലാവർക്കും പൈസ കൊടുക്കുന്നു എന്നൊക്കെ ഇങ്ങനെ കാണുവാ. ഞാൻ ആ മെഡിറ്റേഷനിൽ അവരുടെ ആ ദേവിയുടെ ഇത് വന്നപ്പം ഞാൻ ഞങ്ങളുടെ മാമിനെയാ കാണുന്നത്. അപ്പൊ എനിക്ക് എന്തോ തോന്നി. അപ്പൊ ഞാനവിടുത്തെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ലല്ലോ എന്ന് ഓർത്ത് സാറേ, ഇന്ന് അവര് പെട്ടെന്ന് സഡൻലി എല്ലാരെയും വിളിച്ചിട്ട് ആർക്കെങ്കിലും VRS വേണമെങ്കിൽ എടുത്തോണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നൊരു ടെൻഷനുണ്ട്. എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് 10 വർഷത്തിൽ താഴെ 5നും ഇടയ്ക്കുള്ളവർക്ക് VRS എടുക്കാം. പിന്നെ അവരെന്തെങ്കിലും ആനുകൂല്യങ്ങൾ നമുക്ക് തരും എന്നൊക്കെ പറയുക സാറേ. അപ്പൊ ഇനി എനിക്കാണെങ്കിൽ ഒരു 9 കൊല്ലത്തെ സർവീസും കൂടെ ഉണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് ഇങ്ങനെ എടുക്കണോ വേണ്ടേ ഒന്നും ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് പറ്റുന്നുമില്ല. അതിന് ഞാൻ അന്നേരം തന്നെ മാമിനൊരു വോയിസ് ഇട്ടായിരുന്നു. എനിക്കൊരു ടെൻഷനും ഉണ്ട്. എന്നാ അധികം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നോണ്ടായിരിക്കും എനിക്ക് അധികം ടെൻഷനും ഇല്ല. എന്തോ ഒരു ബലവും ഉണ്ട്. എന്താ ചെയ്യേണ്ടത് സാറേ? രാവിലത്തെ മെഡിറ്റേഷനിലുണ്ടോ? ഇല്ല, രാവിലത്തെ മെഡിറ്റേഷൻ ഞാൻ സാറിന്റെ ഇത് നോക്കിയിട്ട് അല്ലാതെ ചെയ്യുമോ, തനിയെ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനിൽ കയറിയില്ല ഞാൻ ഇതുവരെ. ഏതെങ്കിലും ക്ലാസ്സിലുണ്ടോ? ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ തുടങ്ങിയില്ലല്ലോ ജീവിത രഹസ്യത്തിന്റെ. VRS എടുക്കുന്നത് ഇപ്പൊ പെട്ടെന്നില്ലല്ലോ, സമയമില്ലേ? സമയമില്ല. അവര് 4 ദിവസത്തിനുള്ളിൽ ഇന്ന് 1 day കഴിഞ്ഞു. 4 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നവർക്ക് 2 lakh റുപ്യ കൊടുക്കുമെന്ന് പറഞ്ഞു. എക്സ്ട്രാ എന്തോ ഹിസാബ് ചെയ്തിട്ട് 2 ലക്ഷം രൂപ ഇനാമായിട്ട് തരുമെന്ന് പറയുന്നത്. അത് 4 ദിവസം കഴിഞ്ഞാല് 1.5 ലക്ഷം കൊടുക്കുമെന്ന് പറയുന്നത്. പിന്നെ ആ ഓഫർ അവർ പിൻവലിക്കും. പിന്നെ അവർ കാരണം ടെക്നോളജി വളർന്നതിനനുസരിച്ച് 5-6 സ്റ്റെപ്പ് ചെയ്യുന്ന മെഷീൻ 8 കോടിയുടെ മെഷീനൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ജർമ്മൻകാരുടെ. അപ്പൊ ആളെ അവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുക സാറേ. നമുക്ക് സർവീസ് ചെയ്യുന്നത് നല്ല ഇല്ലയോ എന്ന് ഓർക്കുക. ഞാൻ എന്തോ ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഇന്ന് ഒരു 20 പേർക്ക് ഹിസാബ് ചെയ്ത് അവര് വിട്ട്. മീൻസ് സാമനെന്ന് ചെന്ന് ആലോചിച്ചിട്ട് പറയാം കേട്ടോ. പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയാം. ഓക്കെ സാർ. ശരി. ഓക്കെ സാർ. താങ്ക് യു.
സാർ സുഖാണോ? അസുഖ പറഞ്ഞോ. സാറ് ഞാന് രാവിലെ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് 105 കയറാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ സാറ് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ടൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ റൂമിൽ ഇങ്ങനെ നടക്കുകയായിരുന്നേ. നടക്കുന്നത് കാലൊന്ന് സ്ലിപ്പായി. പക്ഷെ ഞാൻ അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇതൊക്കെ ദൈവം നമ്മൾക്ക് ഓരോ ഇത് തരുന്നതാണ്, പരീക്ഷണങ്ങൾ തരുന്നതാണ്, അത് മാറിക്കോളും. ഞാൻ തന്നെ സാറ് പറഞ്ഞു തന്ന ഓരോ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടേ പിന്നെയും ഞാൻ നടന്നുകൊണ്ടേയിരുന്നു. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് അറിയില്ല, പറ്റ മാറിപ്പോയി. ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഇത് എന്തോ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞുകൊണ്ടേ നടന്നത് ഇപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും പൂർണ്ണമായും മാറി. എനിക്കത് ഭയങ്കര സന്തോഷമായി. സാറ് പറഞ്ഞിരുന്നു ബുക്കിന് അഡ്രസ് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അയച്ചിട്ടുണ്ട്. ഞാൻ 13-ാം തീയതി നാട്ടിലേക്ക് പോകും, 19-ാം തീയതി തിരിച്ചു വരും. അപ്പോഴത്തേനും എനിക്ക് ആ ബുക്ക് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ കൊണ്ടുവന്ന് എനിക്ക് ഇനി 3 മാസം കഴിഞ്ഞേ ഞാൻ നാട്ടിലേക്ക് പോവുള്ളൂ. അപ്പൊ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാം ഞാൻ സാർ ബുക്ക് 13-ാം തീയതിക്കും 19-ാം തീയതിക്കും കിട്ടണോ കിട്ടണ്ടേ? കിട്ടണം സാർ, എനിക്ക് കിട്ടണം. അതിനാണ് ഞാൻ പറയുന്നത്. അപ്പൊ കിട്ടി എന്നാണോ കിട്ടണമെന്നാണോ ഇനിയുള്ള അടുത്ത വാക്ക്? കിട്ടി കഴിഞ്ഞു എന്നാണ് ഇപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അഡ്രസ് അയച്ചു കിട്ടി എന്ന് ആ പറയാം. ഓക്കെ, അയച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഞാൻ അയച്ചിട്ടുണ്ട് സാർ പറഞ്ഞത്. അന്ന് അപ്പൊ ഇനി അതിൽ ഡൗട്ട് വേണ്ട. ഡൗട്ട് ഒന്നുമില്ല. ബുക്ക് കിട്ടി ഞാനൊന്ന് വായിക്കട്ടെ, എന്നിട്ട് എനിക്ക് ഞാനിപ്പോ അതിന് കിട്ടി എന്നുള്ള ആ ഒരു ഇതിൽ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാം ചെയ്യുന്നുണ്ട്. വൈകിട്ട് 8 മണിക്ക് എണീറ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടാണ് രാത്രി കിടക്കുമ്പോഴും ഞാൻ അതെല്ലാം പ്രാക്ടീസ് ചെയ്യും. താങ്ക് യു സർ. ഹലോ ശ്രീദേവി പറഞ്ഞു. സാറേ, ഞാൻ 2020 മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ലോട്ടറിയിലൂടെ 1500 രൂപ കിട്ടിട്ടോ. ലോട്ടറി അടിച്ചോ? 1500 രൂപ. 1500 കിട്ടിയുള്ളൂ. പക്ഷെ 2020 മുതലായില്ലേ? 858 രൂപയല്ലേ 2020 പേ ചെയ്തിട്ട് 1500 കിട്ടിയില്ലേ? താങ്ക് യു സോ മച്ച്. അത് ലാഭകച്ചവടല്ലേ എന്തായാലും. അതെ അതെ. അടുത്തത് 50,000 കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹലോ പ്രസന്ന പറഞ്ഞ ഇന്റർവ്യൂവിന്റെ കാര്യമല്ലേ, പിന്നെ പരിഗണിക്കാം. അതെ സാർ. ഓക്കെ, ശരി. ഇനി എന്താണ് മല്ലികക്ക് എന്താ പ്രശ്നം, എന്താ വിഷയം? ചെവിവേദന എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ചെവിവേദനയും തൊണ്ടവേദനയും. ആരോ ചെവിവേദന പറഞ്ഞപ്പോ എനിക്കും ചെവിവേദനയും തൊണ്ടവേദനയും. ആരോ പല്ലുവേദന പറയുമ്പോ എനിക്ക് പല്ലുവേദന അല്ലേ? അല്ലേ, 2 ദിവസമായിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞപ്പോ ഞാനും അത് എഴുതി വെച്ചു. ഞാനും ഒന്ന് എഴുതിയിട്ടൊന്ന് പറയട്ടെ എന്ന് വിചാരിച്ചു. എന്താ എഴുതി വെച്ചത്? എനിക്കും അങ്ങനെയാണല്ലേ. അല്ലാതെ എനിക്കും ചെവിവേദന ഉള്ളതിന് നന്ദി എഴുതിയിട്ടില്ലല്ലോ, അറിയാതെ എങ്ങനെ. അറിയാതെ എഴുതില്ല. ചെവിവേദന നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്താണ്? അത് യാത്ര ചെയ്തതിന്റെയാന്ന് തോന്നുന്നു. AC ബസ്സിൽ AC ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴും മോളുടെ അടുത്താണ്. ബാംഗ്ലൂരാ സാർ. അല്ലാതെ രാത്രി മുഴുവൻ AC കിടന്നിട്ടാന്ന് തോന്നുന്നു. എനിക്കതൊന്നും പറ്റില്ല. ഇന്ന് രാത്രി കിടക്കുമ്പോ ഒന്ന് സ്റ്റീം എടുത്തിട്ട് കിടന്നോ. സ്റ്റീം എടുത്തോളൂ. അത് ഇത് ഫംഗൽ വന്നിട്ടുണ്ടാവും, തണുപ്പുണ്ട്. സ്റ്റീം എടുത്തിട്ട് കിടന്നോ, രാവിലേക്ക് ശരിയാവും കേട്ടോ. കല്ലുണ്ടോ കയ്യില്? കയ്യിലുണ്ടോ? കല്ല് ഞാൻ എടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ധൈര്യപൂർവ്വം ഇന്ന് തന്നെ നാളെ രാവിലേക്ക് ചെവിവേദന പമ്പ അടക്കും കേട്ടോ. കല്ലും പിടിച്ച് കിടന്നുറങ്ങിക്കോളൂ. ഒന്ന് സ്റ്റീം എടുത്തിട്ട് കല്ല് പിടിച്ച് കിടന്നുറങ്ങിക്കോളൂ. രാവിലെ കംപ്ലീറ്റ് ആയിട്ട് AC ഇടാതെ കിടന്നുറങ്ങാൻ നോക്കണേ. ഓക്കെ, ശരി. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഇനി നമ്മള് അതിന്റെ ബാക്കി പറയേണ്ടത് ലാസ്റ്റ് നിമിഷം പറയാം. ഓക്കെ, അപ്പോൾ തയ്യാറാവും അല്ലെ? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ക്ലാസ്സിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്? മറന്നുപോയി എല്ലാവരും? ഓർമ്മയുണ്ടല്ലോ? പോരട്ടെ. യെസ്,
തയ്യാറായിക്കോളൂ, ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ, ഒന്നുകൂടി കഴിച്ചോളൂ. നേരത്തെ കഴിച്ച് കുറെ ആൾക്കാർ നേരത്തെ കഴിച്ചിരുന്നത് ഒന്നുകൂടി ഇരിക്കട്ടെ, ഡബിൾ ഇരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഡബിൾ ക്യാപ്സൂൾ ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു ആമുഖത്തിൽ, വളരെ ഈസി ആയിട്ട് നമ്മുടെ മനസ്സിന്റെ ആകുലതയെ അല്ലെങ്കിൽ വ്യഥനത്തെ, ടെൻഷനെ, അല്ലെങ്കിൽ മനസ്സ് എങ്ങോട്ടോ പറന്ന് നടക്കുന്നതിനെ തിരിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാനുള്ള വളരെ അത്യാവശ്യമായ, വളരെ 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 പല ഘട്ടങ്ങളിൽ നമുക്ക് അത്യാവശ്യമായി ഇങ്ങനെ വരുമ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ലളിതമായ ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് എപ്പോഴും യൂസ് ചെയ്ത് വെക്കണം. ഈ വീഡിയോ കാണുമ്പോൾ തിരിച്ച് പല സമയത്തും ഇത് എപ്പോഴൊക്കെ അത്യാവശ്യം വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എഴുതി കയ്യിൽ തന്നെ വെക്കണം, ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. എന്നെങ്കിലും അങ്ങനെ വരുന്ന സമയത്ത് എടുത്ത് ഉപയോഗിക്കണം. എല്ലാ സമയത്തും ഇത് ഓർമ്മ വേണമെന്നില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മനസ്സ് ആകുലതയിൽ പെടുമ്പോൾ അല്ലെങ്കിൽ മനസ്സ് നമ്മളിൽ കൈവിട്ടു പോകുമ്പോൾ ഇത്തരം ടെക്നിക്കുകൾ ചിലപ്പോൾ ഓർമ്മയിൽ വരില്ല. അത് നോർമൽ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ കിടന്ന് നമ്മൾ വ്യാകുലതപ്പെട്ടു പോകും. അതിനുവേണ്ടി ഇങ്ങനെ പൊതുവെ സംഭവിക്കുന്ന ആൾക്കാർ ഇതിനെ എഴുതിയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുക. ഞാൻ ചെറിയൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അത് എഴുതി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ ഇത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ഒരു ടെൻഷനിലേക്കോ മറ്റ് ആങ്സൈറ്റിയിലേക്കോ കടന്നു പോകുന്ന സമയത്ത് ഇതൊന്ന് ഓർത്തു വെക്കുക. ഉടനെ ചെയ്യുക, നിങ്ങൾ തിരിച്ചു വരും. കാരണം നമ്മളുടെ മനസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മനസ്സ് എപ്പോഴാണ് ഇത് പോകുന്നതെന്ന് നമുക്ക് ആർക്കും മുൻകൂട്ടി പ്രഡിക്റ്റാനേ പറ്റില്ല. ആരെങ്കിലും പറയുന്ന ഒരു വാക്ക് മതി, അല്ലെങ്കിൽ എവിടെ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദം മതി, അല്ലെങ്കിൽ മുമ്പിലേ നടന്നു പോകുന്നവൻ നോക്കുന്ന നോട്ടം മതി നമ്മൾ പെട്ടെന്ന് ഇത് പോവാനായിട്ട്. അപ്പോൾ ആ സമയത്ത് അയ്യോ സാർ എന്തോ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആ ടെക്നിക്ക് ഓർക്കണം എന്ന് പറഞ്ഞ് യൂട്യൂബൊക്കെ തപ്പാനുള്ള യാതൊരു തര സാധ്യതയും നമുക്കില്ല. കാരണം അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ ആ പോയ മനസ്സ് നമ്മളെ സമ്മതിക്കില്ല. അതാണ് ഏറ്റവും സത്യം. അപ്പോൾ നമ്മുടെ ആ മനസ്സ് കൈവിട്ടു പോയാൽ പിന്നെ നമ്മുടെ കൺട്രോളിൽ ഇല്ലല്ലോ, അത് വേറൊരു അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് കാഴ്ചയിൽ കാണുന്ന സ്ഥലത്ത് ഇത് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ബെഡിലോ മറ്റോ കമന്നങ്ങ് കിടക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ അത്തരം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ വളരെ സ്വസ്ഥമായിട്ട് ചെറുതായിട്ട് എഴുതി വെച്ചാൽ മതി. ഓർമ്മ വരാനായിട്ട് ഓൺ ദ സ്പോട്ട് പ്രാക്ടീസ് ചെയ്യുക. ലളിതമായി പറഞ്ഞു തരുന്നു, കൂടുതൽ ദൈർഘ്യങ്ങളൊന്നുമില്ല ഇന്നത്തെ ക്ലാസ്സിന്. കാരണം ഈ ടെക്നിക്ക് അങ്ങനെ കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്താണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന് ആർക്കെങ്കിലും അറിയാം? എവിടെയാണ് മനസ്സെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഇതുവരെ കണ്ടെത്താൻ പറ്റാത്ത ഒരു സാധനമായതുകൊണ്ട് എവിടെയാണ് എന്നുള്ളത്. ഇന്ന് ജേർണി ടു ഹാപ്പിനെസ്സിലെ ഇതേ സബ്ജക്റ്റിനെ പറ്റിയിട്ടായിരുന്നു ഇവരുടെ ഡിസ്കഷൻസ്, ഫുൾ ഹെൽത്തി ഡിസ്കഷൻസ്. എവിടെയാണ് നമ്മുടെ ബോധം, എവിടെയാണ് നമ്മുടെ മനസ്സ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓരോ ആളും ഓരോ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നതോടെ ഭയങ്കര എൻഗേജ്മെന്റ് ആണ്. ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. കാരണം സ്റ്റുഡൻസ് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ്. അത് എന്താണ്, എവിടെയാണ് എന്നൊക്കെ. അതൊക്കെ ഉത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഇതിൽ തന്നെ മനസ്സൊരു വിസ്മയത്തിൽ തന്നെ അതിന്റെ കുറേ ഉത്തരങ്ങളുണ്ട്. കുറെ രീതിയിൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുറെ ഉത്തരങ്ങളല്ല, കുറെ രീതിയിൽ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന ക്ലാസ്സിൽ നമ്മുടെ ജീവിത വിജയ രഹസ്യത്തിൽ മൊത്തം ഈ ഒറ്റ കോൺസെപ്റ്റിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇത് മനസ്സിലാക്കുന്നത്, എവിടെയാണ് ഈ സംഭവം കിടക്കണേ, എങ്ങനെയാണ് ഇതിനെ നമ്മൾ കണ്ടെത്തുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോ മനസ്സിനെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ മനസ്സ് ചാഞ്ചാടുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനോവിജ്ഞാനത്തെ, അല്ലെങ്കിൽ മനോമയത്തെ, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എന്തിലായിരിക്കും നിയന്ത്രിച്ച് നിർത്തുന്നത് എന്ന് എത്ര പേർക്കറിയാം? നമ്മുടെ ഏത് ഭാഗമാണ് നമ്മുടെ ഈ സാധനത്തെ നിയന്ത്രിച്ചു നിർത്തുന്നത്? ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾ നിയന്ത്രിക്കാനില്ല, ചിന്തകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതിനെ നിയന്ത്രിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒരു സിംഗിൾ കാര്യത്തിലാണ് നിയന്ത്രിച്ചു നിൽക്കുന്നത്. ഒരൊറ്റ പോയിന്റിലാണ് നമ്മുടെ ജീവിതം മൊത്തം നിന്നു പോകുന്നത്. ഇവൻ നിങ്ങൾ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ പോലും വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്കിത് ലളിതമായിരിക്കും. എന്താണ് അപ്പോ അടിസ്ഥാനം എന്താണെന്നൊരു ചോദ്യത്തിന് ഉത്തരം
എന്താണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ കാര്യം എന്ന് എത്ര പേർക്കറിയാം? യെസ്, നമ്മുടെ ജീവന്റെ അടിസ്ഥാനപരമായ കാര്യം എന്തിലാണ് നമ്മൾ കുടികൊള്ളുന്നത്? നമ്മൾ വലിയ സംഭവമാണ് അല്ലെ, മനുഷ്യൻ മഹാസംഭവമാണ്. ചിലയാൾ ഭയങ്കര ബുദ്ധിമാനും, ചിലവർ മണ്ടന്മാരും, ചിലവർ ഭയങ്കര വഴക്കാളികളും, ചിലവർ ഏറ്റവും സ്നേഹസമ്പന്നരും, ചിലവർ ബുദ്ധിമാനും, അല്ലെങ്കിൽ ചിലവർ എന്താ പറയാ പ്രവാചകന്മാരും ഒക്കെയാണ്. പക്ഷെ ഇവരെല്ലാവരിലെയും ഉള്ള കോമൺ ആയിട്ടൊരു ഘടകമുണ്ട്. ഈ ഘടകം എന്താണ്? യെസ്, കുറേ ഉത്തരങ്ങൾ വരുന്നുണ്ട്, എന്നാലും പോട്ടെ, എന്നാലും കുറച്ചും കൂടി പറട്ടെ ബാക്കിയുള്ളവര്. യൂണിവേഴ്സ്, പ്രാണൻ, ബ്രീത്തിങ്, ശ്വാസം, ആത്മാവ്, ശ്വസനം, വായു, ശ്വാസം, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ എല്ലാവരെയും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് അകത്തോട്ടൊരു സാധനം പോവുകയും അത് വേണ്ടത്ര ഉപയോഗിച്ചിട്ട് പുറത്തോട്ട് വിടുകയും ചെയ്യുന്ന ഒറ്റ സാധനമാണ് ശ്വസനം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒറ്റ ഘടകമാണ്. ഇതില്ല, തീർന്നു അല്ലെ. ഇത് എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞു നമ്മുടെ കാര്യം. അതുവരെയുള്ള കളികളേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഭയങ്കര കളികളാണ്. പക്ഷെ ലളിതമായ, ആരും ശ്രദ്ധിക്കാത്ത ഒറ്റ കാര്യത്തിൽ നിന്നാണ് നമ്മൾ കറങ്ങുന്നത് അല്ലെ. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു അച്ചുതണ്ട് പോലുള്ള ഒരു സാധനം നമുക്കുമുണ്ട്. ഈ സാധനത്തിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മൊത്തം ഈ കളികൾ മൊത്തം കളിക്കുന്നത്. മറ്റുള്ളവർ വഴക്ക് കൂടുന്നതും, അവരോട് പരാതി പറയുന്നതും, അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും, അല്ലെങ്കിൽ അവരെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും എല്ലാത്തിന്റെയും ബേസ്, അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും കോടികൾ കൊണ്ട് ഉണ്ടാക്കി അമ്മാനമാടുന്നതും ഈ ഒരൊറ്റ സംഭവത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു സാധനത്തെ മനസ്സ് എന്ന് പറയുന്നതും ഇതുപോലെ ഇതിൽ തന്നെ കേന്ദ്രീകൃതമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ്, വളരെ ലളിതമായി ടെസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. മനസ്സും ഈ സാധനവും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് എളുപ്പത്തിലൊരു സാധനം ഞാൻ പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ശ്രമിച്ചു നോക്കൂ. ഈ സാധനത്തെ, ഈ വായിനെയും ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്ത് പറയുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ മനസ്സിന് ഇത് ആവശ്യമാണോ ഇല്ലയോ എന്ന് അപ്പൊ മനസ്സിലാവും. അപ്പൊ മനസ്സ് എവിടെയാണ് കുടികൊള്ളുന്നതെന്നും മനസ്സ് എവിടെ നിൽക്കുന്നു എന്നൊക്കെ പറയും. പലരും പറയും മനസ്സ് ഇവിടെയല്ല, അത് യൂണിവേഴ്സിലാണ്, ഇതിനപ്പുറത്താണ്, പ്രപഞ്ചത്തിനപ്പുറത്താണ്, ഇതൊക്കെ പറയും. പല ചിന്തകളുമുണ്ട്. ഇതൊന്നും ഇല്ലാതെന്ന് ഞാൻ പറയണില്ല കേട്ടോ. പക്ഷെ മനസ്സ് ഇതിൽ തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സാധനത്തെ പിടിക്കുക, കുറച്ചു നേരം ഇരിക്കുക, അപ്പൊ പറയും വിടറാ, നീ വിട്, പരിപാടി തമാശയും കളിയല്ല, സാധനം വിട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒറ്റ പോയിന്റിനെ മനസ്സിലാക്കിയാൽ ജീവിതം വളരെ ലളിതമായി കൊണ്ടുപോകും. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ ഒരു ഘടകത്തെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ, ആങ്സൈറ്റി ഉണ്ടോ, പരാതിയുണ്ടോ, നെഗറ്റിവിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഇല്ലായ്മയെ പറ്റി ചിന്തിക്കുന്നുണ്ടോ, എന്താണോ നിങ്ങളുടെ വിഷയം, എന്ത് തന്നെ വിഷയമുണ്ടോ, അതിന്റെ എല്ലാം പരിഹാരം ഈ ഒറ്റ സാധനത്തിലുണ്ട്. ഈ ഒറ്റ സാധനത്തിലൂടെ ഇത് മൊത്തത്തിൽ പരിഹാരം കാണാൻ പറ്റും. പണമില്ലേ, വഴി ഇതിൽ തന്നെയുണ്ട്. പണം കൂടുതലാണോ, അതിലും വഴി ഇവിടെ ഉണ്ട്. എല്ലാത്തിലും ഉണ്ട്. കാരണം ഇത് കൃത്യമായ പാകത്തിൽ, അളവിൽ നമുക്ക് വേണ്ട രീതിയിൽ അത് നമ്മുടെ ശരീരത്തിൽ ലഭിച്ചില്ലെങ്കിൽ ജീവിതം താളം തെറ്റും. എങ്ങനെ താളം തെറ്റും? എനർജി, നമ്മുടെ ജീവിതം നിലനിർത്തുന്നത് എനർജിയിലാണെന്നറിയാം, എല്ലാം ഊർജത്തിലാണ്. ഈ ഊർജത്തെ, നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ ഗതിവിഗതി നിയന്ത്രിക്കുന്നത് നമ്മളുടെ അകത്തോട്ട് പോകുന്ന ശ്വാസോച്ഛ്വാസമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറഞ്ഞാലും കൂടിയാലും വ്യത്യാസപ്പെടും. ഇത് വളരെ ലളിതമായത് കുറേ കാര്യങ്ങളുണ്ടാവും ഇതുമായിട്ട് പഠിക്കാനായിട്ട്. പക്ഷെ ഞാനിപ്പോ ഇത്ര മാത്രം പറയുന്നു. അപ്പൊ ശ്വസനം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു ടെൻഷൻ വരുന്ന ഒരാൾക്ക് ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. സ്വന്തം ശ്വസനത്തെ നിയന്ത്രിക്കുക. ടെൻഷൻ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നത് ശ്വസനം അബ്നോർമലായി മാറും. ഒന്നുകിൽ ഫാസ്റ്റായിട്ട് ശ്വസിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ശ്വസനം വളരെ 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 അതായത് സിസ്റ്റമാറ്റിക് അല്ലാതെയായി മാറും. ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ടെൻഷൻ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങളുടെ ശ്വസനഗതിയിൽ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം ശ്വസനത്തെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ കൺട്രോൾ യുവർ ബ്രീത്തിങ് എന്ന് പറയും. അല്ലെങ്കിൽ അതിന് ലളിതമായി പറയുന്ന പോലെ ആങ്കറിങ് അറ്റ് ദ പ്രസന്റ് എന്ന് ഈ
ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ചിന്തിക്കുക. ടെൻഷനെ പറ്റി ആലോചിക്കാതെ ടെൻഷന് കാരണമായ കാര്യത്തെ ഒക്കെ അതുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ സാധനം നടക്കുന്നുണ്ടോ എന്നുള്ള ബോധം ഉണ്ടാക്കുക എന്നാണ് ആങ്കറിങ് ടു ദ പ്രസന്റ് എന്ന് പറയുന്നത്. ശ്വസനത്തെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? മനസ്സ് അതീവമായ ആശങ്കയിലോ അവ്യക്തതയിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഞെട്ടല്, ഭയം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ, ഇതൊരു തോന്നൽ, അത്തരം തോന്നലുകൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്യമെന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. ഒരു 10 പ്രാവശ്യം മുകളിലോട്ടും താഴോട്ടും വലിച്ചു വിടുക. അപ്പോഴേക്കും നിങ്ങൾ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. അതായത് ടെൻഷൻ ഉണ്ടായ കാര്യവും നിങ്ങൾക്ക് അപ്പോൾ മനസ്സ് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരും. നോർമലായിട്ട് നിങ്ങളുടെ അവസ്ഥയിലേക്ക് വീണ്ടും കഴിഞ്ഞില്ല. ഇത് ഒരു ഒറ്റ കാര്യം, ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. ചിലവർക്കത് ഒരു മിനിറ്റ് 2 മിനിറ്റ് ചെയ്താൽ മതി. മറ്റു ചിലർക്ക് ഒരു 10 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം എടുത്ത് വിട്ടാൽ മതി. മറ്റു ചിലർക്ക് കുറച്ചും കൂടി സമയം വേണ്ടി വരും. അത് ഓരോ ആളുടെയും വ്യത്യസ്തപ്പെട്ടിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇത് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നോർമലി എനിക്ക് ശ്വാസോച്ഛ്വാസം ഉണ്ട് എന്ന ബോധത്തിൽ നന്നായിട്ട് കണ്ണടച്ചിരുന്ന് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക മാത്രം ചെയ്താൽ മതി. നിങ്ങൾ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. ഇനി അടുത്ത കാര്യം, ഇത് ഒന്നാമത്തെ കാര്യം. അടുത്ത കാര്യം ബോക്സ് ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞു. ബോക്സ് ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയും. അതായത് 4 സെക്കൻഡ് നേരം ബ്രീത്തിങ്, ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിലേക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ്. 4 സെക്കൻഡ് നേരം ശ്വാസം അകത്തോട്ട് വലിക്കുക. 4 സെക്കൻഡ് നേരം 1 2 3 4 എന്ന് എണ്ണുന്നത് വരെ, അല്ലെ കുറച്ചും കൂടി സ്ലോ ആക്കിയാൽ 1 2 3 4 എന്ന് പറയുന്ന അത്രയും സമയം ശ്വാസം അകത്തോട്ട് വലിക്കുക. അതിനുശേഷം അത്രയും സമയം തന്നെ ശ്വാസം അവിടെ പിടിച്ചു നിർത്തുക, വിടരുത്, നിർത്തുക. വീണ്ടും 4 സെക്കൻഡ് നേരം, 4 സെക്കൻഡ് എണ്ണുന്നത് 4 സെക്കൻഡ് നേരം പുറത്തോട്ട് വിടുക. അപ്പോ 4 4 4 എന്ന് പറയുന്ന പോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കണ്ണടച്ചത് ഇപ്പൊ തന്നെ ഇൻസ്റ്റന്റ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് 1 2 3 4 എണ്ണുന്നത് വരെ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിർത്തുക, വിടരുത്, ഒറ്റയടിക്ക്. നമ്മൾ ശ്വാസം നോർമൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ നമ്മളല്ലേ. ശ്വാസം എടുക്കും വിടും, എടുക്കും വിടും. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. പക്ഷെ ബോധപൂർവം ചെയ്യുമ്പോൾ സ്ലോലി എടുത്തിട്ട് അത്ര തന്നെ നിർത്തിയിട്ട് അത്ര തന്നെ പുറത്തുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 4 സെക്കൻഡ്. എന്നിട്ട് വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഇത് ടെക്നിക്ക് 2 എണ്ണം പറഞ്ഞു. ഇപ്പോൾ 2 ടെക്നിക്കായി. ഒന്ന് ആദ്യത്തെ പറഞ്ഞു, രണ്ടാമത്തെ ടെക്നിക്കായി. ഇനി ഏറ്റവും എഫക്റ്റീവായിട്ട് ഇനി അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടി പറഞ്ഞു തരാം. ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് പറയും ഇതിനെ. ഗ്രൗണ്ടിങ് ടെക്നിക്ക്. മറ്റത് അത്രയും കൊണ്ട് ചിലപ്പോൾ അതിനേക്കാളും സങ്കടമുണ്ടെങ്കിലോ അതിനേക്കാളും വലിയ ദുഃഖമൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉപയോഗിക്കുക. ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് വെച്ചാൽ ഈ 2 കാര്യങ്ങളും ചെയ്തതിന് ശേഷം എന്നിട്ട് നിങ്ങൾക്ക് കൺട്രോൾ ആവുന്നില്ല വിഷയമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 4 2 3 2 1 ടെക്നിക്ക് എന്ന് പറയും, മെത്തേഡ് എന്ന് പറയും. അതായത് നിങ്ങൾ ബ്രീത്തിങ് എടുത്ത് റെഡിയായതിനു ശേഷം 5 കാര്യങ്ങളെ കാണുക. നിങ്ങളുടെ മനസ്സിൽ 5 കാര്യങ്ങളെ കാണുക. പുറത്ത് കാണുന്നതോ അകത്ത് കാണുന്നതോ വിഷയമല്ല. നിങ്ങൾ 5 കാര്യങ്ങളെ കാണുക. ചിലപ്പോൾ നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ 5 കാര്യങ്ങളെ കാണാൻ പറ്റുമല്ലോ അല്ലെ. അകത്ത് നിങ്ങൾക്ക് 5 കാര്യങ്ങളെ കാണാൻ പറ്റുമല്ലോ അല്ലെ. അകക്കണ്ണുകൊണ്ട് 5 എണ്ണം കാണാൻ പറ്റും. 5 കാര്യങ്ങളെ കാണുക. ഇല്ലെങ്കിൽ പുറമെ കണ്ണുകൊണ്ട് നോക്കിയാലും മതി, 5 കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ 5 കാര്യങ്ങളെ കാണുക. അതിൽ നിന്നും 4 കാര്യങ്ങളെ നിങ്ങൾ മനസ്സുകൊണ്ട് തൊടുക. പോയി തുടരുന്നില്ല കേട്ടോ, ഫിസിക്കലായി തൊടുന്നില്ല, മനസ്സുകൊണ്ട് 4 കാര്യങ്ങളെ തൊടുക. 3 കാര്യങ്ങളെ കേൾക്കുക. 3 ശബ്ദങ്ങളെ കേൾക്കുക. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. 3 കാര്യങ്ങളെ കേൾക്കുക. അതിൽ നിന്നും 2 കാര്യങ്ങളെ സ്മെല്ല് ചെയ്യുക. ഈ കണ്ടതിൽ 2 കാര്യങ്ങളെ മണത്തറിയുക. അപ്പോ 5 കാര്യങ്ങളെ കാണുക, 4 കാര്യങ്ങളെ തൊടുക, 3 കാര്യങ്ങളെ കേൾക്കുക, 2 കാര്യങ്ങളെ സ്മെല്ല് ചെയ്യുക, 1 സാധനത്തെ തൊടുക. ഇത്രയും ചെയ്യുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മൈൻഡ് വണ്ടറിങ് എന്ന് പറയും. ഈ മൈൻഡ് വണ്ടറിങ് നിന്നിട്ട് ഏകാഗ്രതമായി ഒറ്റ സാധനത്തിലേക്ക് വരും. ഏതിലാണോ നിങ്ങൾ തൊട്ടത് അവിടെ നിൽക്കും. അവിടെ ഇമോഷണൽ ആയിട്ടുള്ള ഹൈജാക്കിങ് സ്റ്റോപ്പ് ആവുകയും
നിങ്ങൾ ഒറ്റ പോയിന്റിലേക്ക് വരും. യു ആർ ടോട്ടലി ഓൾ റൈറ്റ്. ഇത് ടെക്നിക്ക് 3 കാര്യങ്ങളും വളരെ ലളിതമാണല്ലോ. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒരു ആവശ്യമില്ല. ഒരു പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. എഴുതി വെച്ചോളുക. ഒന്നാമത് മനസ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ എഴുതിക്കോ. 1 ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കൂ. രണ്ടാമതായിട്ട് 1 ശ്വാസോച്ച് 4 4 എന്ന് എഴുതി വെച്ചു. 4 4 4 എഴുതി വെക്കാം. മൂന്നാമത്തത് നമ്മള് 5 4 3 2 1 മെത്തേഡ് എന്ന് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. 5 ഒന്നുകൂടി പറയാം. 5 കാര്യങ്ങളെ കാണുക, 4 കാര്യങ്ങളെ തൊടുക, പിന്നെ 3 കാര്യങ്ങളെ കേൾക്കുക, 2 കാര്യങ്ങളെ സ്മെല് ചെയ്യുക, 1 കാര്യത്തെ ടേസ്റ്റ് ചെയ്യുക. അപ്പൊ സുഖമായിരിക്കല്ലേ? ടേസ്റ്റ് വരുമ്പോ നമുക്ക് ആഹാ സൂപ്പറായി എന്നുള്ള അവസ്ഥയിൽ എത്തുമല്ലോ അല്ലെ? അത്ര എത്തുമല്ലേ? ഇവിടെ എന്തോറ് വന്ന് പുടിയൊന്നും പോയി തൊട്ടേക്കരുത് ഈ സമയത്ത്. പിന്നെ കൂടെ അയ്യോ സാറ് നാരങ്ങയാണ് തൊട്ടേന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ പുടിയെ പറ്റി ഞാൻ ആലോചിച്ചു, പുടി തൊട്ടു എന്നൊക്കെ പിന്നെ വീണ്ടും ഓടേണ്ടി വരും ഇതിനെ ഇതാക്കാനായിട്ട് കേട്ടോ. വളരെ ലളിതമാണ്, രസമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. വളരെ വളരെ ലളിതമായിട്ടുള്ള ഈ ടെക്നിക്കുകൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ സാധിക്കട്ടെ. അതിലൂടെ മനസ്സിന്റെ ഉണ്ടാവുന്ന ചഞ്ചലതയെ നിലനിർത്തിക്കൊണ്ട് പിന്നെന്താണ് വേണ്ടത്? അത് കഴിഞ്ഞ പിന്നെന്തുണ്ടാവും? മനസ്സിന്റെ ചഞ്ചലത നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാവുന്ന സാധനത്തിന്റെ പേരറിയാമോ? അതിന്റെ പേരാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്കുണ്ടാവുകയും യെസ് ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള തോട്ട്സ് അവിടെ വരും. അവിടെ നമ്മൾ ഒരു സാധനത്തെ തീ കൊളുത്തി വിടും. അതിന്റെ പേരാണ് ശുഭാപ്തി വിശ്വാസം. എന്നെ കൊണ്ടും പറ്റുമോടോ ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിനെ കൊണ്ട് പറയും അല്ലെ? ഇപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞു തന്നു. നാളെ ചെയ്യുമ്പോൾ ഇതാരാണ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്കിത് പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഒരു തീപ്പട്ടിക്കൊള്ളി കത്തിച്ചിടുന്ന പോലെ ശുഭാപ്തി വിശ്വാസം നമ്മൾ നിറയുകയും പിന്നെ പറയും എന്ത് വന്നാൽ എന്താ, ഞാൻ ഇതൊക്കെ ലളിതമായി മറികടക്കും. എന്റെ കയ്യിലുണ്ടല്ലോ സാധനം അല്ലെ? സാധനം എപ്പോഴും കയ്യിലുണ്ടല്ലോ. ആ ചാവി പറഞ്ഞ പോലെ ആ കീ അവിടെ ഉണ്ടല്ലോ, അത് അവിടെ തന്നെ ഇരിക്കട്ടെ, ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാം, നീ എടുക്കണ്ട എന്ന് പറഞ്ഞ പോലെ ലളിതമായിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും ലളിതമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്തരം സിമ്പിൾ ടെക്നിക്ക്. ഇതിന്റെ ബാക്കി കാര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞത് എന്താണ് സൈക്കോളജിക്കലി എന്താണ് മൈൻഡിൽ എന്താണ് സംഭവിക്കുന്നത്, കോഗ്നിറ്റീവ് ബിഹേവിയറിൽ അല്ലെ CBTയിൽ എങ്ങനെയാണ് റീഫ്രെയിം ചെയ്യപ്പെടുന്നത്, അതൊക്കെ ഞാൻ ഇന്നൊന്നും പറയുന്നില്ല. മറ്റൊരു ദിവസം ക്ലാസ്സിൽ ഇതൊക്കെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് പറയും. ഇത് ഇത്ര മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. ജീവിതത്തിൽ എപ്പോഴും എന്താണ് എത്ര പല്ലുണ്ടെന്ന് മറ്റുള്ളവർക്ക് എണ്ണാൻ സമയം കൊടുക്കുന്ന അത്രയും സമയം ചിരിച്ചുകൊണ്ടിരിക്കുക. കൂടെ ചിരിക്കാനുള്ള സാവകാശം ഉണ്ടാക്കുക. അപ്പൊ ഇടയ്ക്ക് വന്നിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആരാണോ അവർ വന്ന് ചോദിക്കട്ടെ, നിന്റെ പല്ല് ഞാൻ എല്ലാം എണ്ണി തീർന്നല്ലോ, ഇനി എന്തിനാ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് പല്ല് കാണിച്ചുകൊണ്ട് ചിരിക്കുക. ആ ചിരിയായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നിർത്താം. എല്ലാവർക്കും സന്തോഷത്തോടുകൂടി നമ്മുടേതായ മനസ്സിനെ നമ്മുടേതായ വരുതിയിൽ നിർത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും വേറെ സംസാരിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് 2 more minutes. സാറെ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ രമണി സുകുമാരൻ. എന്റെ പെൻഷൻ മുടങ്ങി കിടക്കുമായിരുന്നു സാറെ, മസ്റ്ററിങ് ചെയ്തില്ലായിരുന്നു. എന്നിട്ട് അത് 2 അക്ഷയെ പോയപ്പോ അവര് പറഞ്ഞു സൈറ്റ് ഇല്ല, ചെയ്യാൻ പറ്റണില്ലെന്ന്. വേറൊരു അക്ഷയിലും പോയി. അന്നേരം സാറ് തന്ന കല്ലും പിടിച്ചു. I have a situation എന്ന് പറഞ്ഞു. സാറിന്റെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ നിന്നു, മുഖം ഓർത്ത്. അന്നേരം അവിടെ ചെയ്തപ്പോ ശരിയായി സാറേ. ഞാൻ അവരോട് താങ്ക് യു പറഞ്ഞു, സാറിനോടും താങ്ക് യു പറഞ്ഞു തോന്നി. എനിക്ക് ഭയങ്കര സന്തോഷമായി. മസ്റ്ററിംഗിന്റെ ഡേറ്റ് കഴിഞ്ഞോ? മസ്റ്ററിംഗ് മുടങ്ങിപ്പോയതായിരുന്നു എന്റെ പെൻഷൻ. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് പെൻഷൻ വരുമല്ലോ, തിരിച്ചു കിട്ടും അല്ലെ? കിട്ടുന്ന സന്തോഷം. അങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്റെ മുഖം ഉണ്ടല്ലോ അല്ലെ? സന്തോഷം അല്ലെ? അതിനേക്കാളും കൂടുതൽ എന്താ വേണ്ടേ? സന്തോഷം. ഓക്കെ. നമസ്കാരം.
കൈകാല് വേദന, ചെവി വേദന എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഡോക്ടറൊന്നല്ല കേട്ടോ. നിങ്ങൾ എന്നെ വട്ടം കറക്കരുത്. ഇങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് കൈ വേദന, ചെവി വേദന ഇതൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഡോക്ടറാവും. പിന്നെ ഡോക്ടർമാരൊക്കെ എടുത്തിട്ട് എന്നെ പിടിക്കും. അതൊന്നുമില്ല. നിങ്ങൾ കൈകാലൊക്കെ ഉണ്ട്, ഡോക്ടർ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മാനസികമായ വിഷയമാണെങ്കിൽ ഈ ആർഫൈൻ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു നോക്ക്, മാറിക്കോളും കേട്ടോ. ടെക്നിക് ഓക്കെ, ശരി. മറ്റൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ പിരിയട്ടെ. താങ്ക് യു വെരി മച്ച് എല്ലാവരും. ഇല്ലല്ലോ അത്യാവശ്യം. ആ ഹലോ സാറേ. ഹലോ. ആ സാറേ, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിട്ടേ നാളെ മുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? 2 രീതികളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. അതിനൊന്നും പ്രത്യേക അല്ല സാറ്, രാവിലെ 5:30 സാറിന്റെ മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അതിൽ പങ്കെടുക്കാനും താല്പര്യം. അപ്പൊ ഇന്നലെ സാറ് പറഞ്ഞതൊന്നും എനിക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്നും അതുപോലെ തന്നെ എനിക്ക് ഒരു സ്ഥാപനം ഉണ്ട്, അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോ ഇന്ന് നേരം വഴുകി പോയി. അപ്പൊ പകുതി ഇപ്പൊ സാറിന്റെ ക്ലാസ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് കേട്ടിട്ടുള്ളൂ, കുറച്ച് കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ. എന്നാലും എനിക്കത് തുടങ്ങണം എന്നുണ്ട്, രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ പങ്കുചേരും എന്നുള്ളതൊന്നും അറിയില്ല. നമ്പർ എഴുതി വെച്ചോളൂ. ഇതിൽ വിളിച്ചു കഴിഞ്ഞാല് അഡ്മിൻ നിങ്ങളെ അതിൽ ചേർക്കും. 75. സാറേ ഒരു മിനിറ്റ്. ആ പേര് ഒരു കാര്യം പറയാനുണ്ട് സതി. ഗ്രൂപ്പില് ഒരു മിനിറ്റ്, ഗ്രൂപ്പില് നമ്പർ ഉണ്ട്, അഡ്മിന്മാരുടെ നമ്പർ ഉണ്ട്, അത് നോക്കി വിളിച്ചാൽ മതി. അതെ, ഒരു കാര്യം പറയാനുണ്ട് സതിക്ക്. ഒരു മിനിറ്റ്, നമ്പർ കൊടുത്തിട്ടെ നമ്മള് ഇത് ചെയ്യാനല്ലേ. സാറേ നമ്പർ പറയൂ സാറേ. 75 10 79 99 79 7510 79 2454. ഓക്കെ സാറേ, അതിൽ വിളിച്ചാൽ മതി. അവര് ബാക്കിയുള്ള നടപടി അവർ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. രാവിലെ കാണാം. 5:30 മണിക്കാണ്, ലേറ്റ് ആക്കരുത്. ഓക്കെ ഓക്കെ. സതിയുടെ വിശേഷം എന്താണ്? ശേഷം ഞാൻ പെൻഡിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഇന്ന് ഞാൻ പോയി, ഞാൻ നമ്മുടെ കല്ല് മെഡിറ്റേഷനും കഴിഞ്ഞു, എന്നും അപ്രിമേഷനും എല്ലാം ചെയ്യുമായിരുന്നു. ഇന്നൊരു വീടിന്റെ 2000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ അഗ്രിമെന്റ് എഴുതാൻ പോയിട്ട് ഞങ്ങൾ വന്നതാണ്. അതാണ് കയറാൻ താമസിച്ചേ. ഞാൻ അവിടുന്ന് ഓടി വരികയായിരുന്നു. എനിക്ക് ഇന്നത്തെ സാറിനോട് പറയണം എന്ന് വിചാരിച്ചിനോട് വരികയാണ്. എല്ലാം പോയി റെഡിയാക്കി. അപ്പൊ അവർക്കിന് സാങ്ഷൻ കിട്ടിയാൽ മതി. 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് പണി ഇന്ന് പോയിട്ട് ഞങ്ങൾ വാക്ക് പറഞ്ഞിട്ട് വന്നതാണ്. 3ാമത്തെ വീടല്ലേ? 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് പുതിയ വീടിന്റെ. എന്റെ കൂടെ പഠിച്ച ഒരു പോലീസുകാരന്റെ പണിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറയാൻ വന്നപ്പോഴാ ഇത് പോയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതിൽ കയറിയാൽ ഞാൻ വീഡിയോ ഓണാക്കാത്ത. വീഡിയോ ഓണാക്കുന്നുണ്ടെ എന്റെ നെറ്റ് പോവാ. മനോഹരായിട്ട് സുഖം തന്നെയല്ലേ? ഇപ്പൊ സന്തോഷല്ലേ? മനോഹരൻ ആണ്, കുഴപ്പമില്ല. ഹാപ്പി ആണല്ലോ? എല്ലാവർക്കും സുഖമാണ്, കുഴപ്പമില്ല. സോറി അങ്ങനെ പറയില്ല, നന്ദി പറയുന്നു. നമുക്ക് തന്നെ വരും. ഇപ്പൊ ഞാൻ വന്ന് കയറി സാറിന്റെ ഇത് നമ്മൾ ഓൺ ചെയ്യുമായിരുന്നു, അപ്പൊ തീരാൻ തുടങ്ങുമായിരുന്നു. സന്തോഷം സാർ, സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് മുൻപോട്ട് പോകാനുണ്ടാകും ഞങ്ങൾ. സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ശരി, ആർക്കും സംസാരിക്കാൻ താങ്ക് യു വെരി മച്ച്. എന്തോ രാജലക്ഷ്മി എന്തോ പറയണ്ടോ? സാറേ, എനിക്ക് ആ കല്ല് കിട്ടിയില്ലായിരുന്നു കേട്ടോ. കല്ല് ആർക്കും കിട്ടിയില്ല. അത് തൃശ്ശൂർ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് മാത്രമേ കൊടുത്തുള്ളൂ, മറ്റതൊന്നും എന്റെ ഇല്ല. എനിക്കപ്പോ ബാക്ക് പെയിൻ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഞാനിത് എഴുതി കഴിഞ്ഞപ്പോ ശരിയായി. ടുഗദർ ഡിവൈൻ ഫൗണ്ട് അത് എഴുതി ഒരു ബോട്ടിൽ ഒട്ടിച്ച് വെള്ളം കുടിച്ചപ്പോ എന്റെ ബാക്ക് പെയിൻ മാറി. താങ്ക് യു. കല്ലുകൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിൽ കല്ലുകൾ എല്ലാവർക്കും തരാം, മറ്റൊരു കല്ലുകൾ. ഇപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. കല്ലിന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അടുത്ത പ്രോഗ്രാമില് ഒരു കല്ല് തരികയും അതിന് പറ്റിയ ഒരു ടെക്നിക്കും കൂടി കൊണ്ടുവരുന്നുണ്ട്. ആ പ്രോഗ്രാം നോക്കാം, വെയിറ്റ് ചെയ്യും കേട്ടോ. ഞാൻ അതിന്റെ കല്ലുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ഇതായിട്ട്. ഞാനിവിടെ ആയതുകൊണ്ട് കല്ല് ആർക്കും കിട്ടിയോണ്ട് കാര്യമില്ല. അത്യാവശ്യം വരേണ്ടവർക്ക് കല്ല് അവർ തന്നെ സംഘടിപ്പിച്ചിട്ട് ഹീൽ ചെയ്ത് കൊടുത്തു, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷെ അത്
അടുത്ത കല്ല് നമുക്ക് നേരിട്ടും തരാം, അതാ നല്ലത്. ഓക്കെ, താങ്ക് യു. അപ്പൊ വരികയാണ്. താങ്ക് യു വെരി മച്ച്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി. അത് ഞാൻ എപ്പോഴും ഇതാണല്ലോ എന്റെ വിഷയം. പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു. ക്ലാസ് എടുക്കുന്നതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് സൈലന്റ് ആവണേ, വെറുതെ അച്ഛൻ ഉണ്ടാക്കല്ലേ. നമ്മുടെ ക്ലാസ് നിങ്ങൾ ഏറ്റവും എല്ലാവരും ബേസിക് ആയിട്ട് പഠിക്കേണ്ടതാണ്. ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ്. ഇതിലാണ് കംപ്ലീറ്റ് മൈൻഡ് പ്രോഗ്രാം ഇരിക്കുന്ന ക്ലാസ്. അപ്പോ അതിന്റെ കൂടെ മെഡിറ്റേഷൻ കൂടി ചെയ്യുമ്പോഴാണ് ഈ റിസൾട്ടുകളൊക്കെ ഉണ്ടാവുന്നത്. എല്ലാവർക്കും റിസൾട്ടുകൾ വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ മാസം ഇന്നലെ കുറച്ച് മെഡിറ്റേഷനിൽ കുറെ കൺഫ്യൂഷൻസ്, ആൾക്കാർ കയറി വരുന്നതും പോകുന്നതൊക്കെ ആയപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ് എടുക്കുന്നവർക്ക് ഞാൻ 6 മാസത്തെ ഫ്രീ മെഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഫ്രീ ആണ്, മെഡിറ്റേഷൻ പൈസ മേടിക്കുന്നില്ല. ഒരു മാസം മെഡിറ്റേഷൻ ഇപ്പൊ വാങ്ങിക്കുന്നത് 444 രൂപയാണ് ഒരു മാസം ഉള്ളത്. അപ്പൊ 6 മാസത്തേക്ക് പൈസ എത്രയായി നിങ്ങൾക്ക് അറിയാലോ. ആ 6 മാസത്തെ ഫ്രീ ആയി കൊടുത്തുകൊണ്ട് ജേർണി ടു ഹാപ്പിനെസ് പഠിക്കാനായിട്ട് എല്ലാവരോടും പറയാണ്. നിങ്ങൾക്ക് അഡ്മിനെ വിളിച്ചാൽ മതി. ഇപ്പൊ മാത്രം 10-ാം തീയതി മാത്രമേ ഈ ഓഫർ ഉള്ളൂ. ആ ഓഫർ ഉപയോഗിക്കണം. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റപ്പെടുത്താനായിട്ട് അതുകൊണ്ട് ഇത്തരം ഓഫറുകൾ ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോ നിങ്ങൾക്ക് അറിയാലോ, ഉള്ളി മെമ്പേഴ്സ് മാത്രമാണ് ഇപ്പോൾ എന്റെ ക്ലാസ്സിൽ മുമ്പിൽ ഇരിക്കുന്നത്, പബ്ലിക്കിലേക്കില്ല. ആഴ്ചയിൽ 1-2 ക്ലാസ്സുകൾ മാത്രമേ പബ്ലിക്കിൽ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്ലാസ്സുകളിൽ നമ്മൾ ഏതെങ്കിലും ക്ലാസ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് മാത്രമേ സൂം ലൈവിൽ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും സൂം ലൈവ് വരാനും ഒക്കെ നിങ്ങൾക്ക് മിനിമം മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അത് ഏതെങ്കിലും കോഴ്സ് എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ജേർണി ടു ഹാപ്പിനെസ് കോഴ്സുകൾ എടുക്കുക, എന്നിട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക. അതിന്റെ ഫീസ് എത്രയാ? ഫീസ് 6000 പ്ലസ് GST ആണ് ഫീസ് ഉള്ളത്. പക്ഷെ 6 മാസം, ഇന്ന് 10-ാം തീയതി വരെ ഉണ്ടാവുള്ളൂ ആ മെഡിറ്റേഷൻ ഫീസ് ഫ്രീ. 6 മാസത്തെ ലൈവ് മെഡിറ്റേഷൻ ഫ്രീ ആണ്. ഒറ്റ പൈസ 6 മാസത്തേക്ക് അടക്കേണ്ടതില്ല. സാറേ, ഞാൻ അതിൽ ചേരാനിരിക്കുവാ. മറ്റേ ജീവിത രഹസ്യത്തിന് അതിനകത്ത് ഞാൻ ചേർന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ നാളെ നമ്മുടെ കല്ലൊക്കെ പിടിച്ചും കൊണ്ട് ഒന്ന് മേഡത്തെ കാണാൻ പോവാം. സാറിന്റെ അനുഗ്രഹം വേണം. എനിക്ക് ജോലി ചെയ്യണം തന്നെ ആഗ്രഹം. സാറൊന്ന് എന്നെ അനുഗ്രഹിക്കണേ സാറേ. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. നിങ്ങളിൽ കല്ലുണ്ടല്ലോ അല്ലെ? കല്ല് കയ്യിലുണ്ടല്ലോ? ഉണ്ട് കല്ലുണ്ട് എന്റെ കയ്യില്. നിങ്ങളുടെ ജോലി പോകില്ല. നിങ്ങൾ VRS എടുക്കുകയും വേണം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഒരു മാറ്റമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ മറുപടി പറയാന്ന് വെച്ചാൽ അതിന്റെ ആവശ്യം നിങ്ങൾക്ക് അവിടെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് മതി സാറേ. നാളെ എന്തായാലും മാഡത്തിനെ ഒന്ന് കാണാൻ ചെല്ലാൻ ഓരോരുത്തർ കാണാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഒന്ന് കേറി പോകും. അപ്പൊ ഞാൻ ബ്ലാക്ക് കല്ലാണോ പിടിച്ചോണ്ട് പോണ്ടേ? വൈറ്റ് കല്ല് എപ്പോഴും എന്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ട് ജോലി സ്ഥലത്തും രാത്രി ഉറങ്ങുമ്പോഴും ഒക്കെ അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ മെഡിറ്റേഷന് എഴുതി വെച്ച് എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒരാൾക്ക് 1 lakh റുപ്യ കൊടുക്കണമായിരുന്നേ. അത് എനിക്കറിയില്ല, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ടും എനിക്ക് ഇന്ന് വൈകുന്നേരം ഞാൻ അത് കൊടുത്തിട്ട് വരും വഴിക്കാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറുന്നത്. ഓഫീസിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഞാൻ സാറ് പറഞ്ഞ പോലെ ഐ ഡോണ്ട് കെയർ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇന്ന് വൈകിട്ട് വരെ ജോലി ചെയ്തു. അപ്പൊ വൈകിട്ടായപ്പോ ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് ഒന്ന് പോയി. ഓഫീസിൽ നിങ്ങൾക്കുള്ളത് പ്രശ്നമല്ല, നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമാണ് അവിടെ ഉള്ളത്. ഓക്കെ സാർ. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹമാണ്. കാരണം നിങ്ങൾ അടുത്ത തലത്തിലേക്ക് പോകാനുള്ള കൂടുതലായിട്ട് അവിടെ നിങ്ങൾക്ക് സാധ്യത കിട്ടാനുള്ള ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ ഓഫീസിൽ നടക്കുന്നത്. ഓക്കെ സാർ. ഓക്കെ, അത് മാത്രം വിശ്വസിച്ച് നടന്നാൽ മതി. താങ്ക് യു. ഓക്കെ സാർ, എനിക്കത് മാത്രം മതി. സാറിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും എന്നുള്ള ഒരു മനസ്സിൽ എനിക്കറിയാം. അത് ആ ഒരു അനുഗ്രഹം സാറിന്റെ തൃശ്ശൂര് വന്ന് കിട്ടിയപ്പം തന്നെ എനിക്കറിയാം. ഓക്കെ സാർ, താങ്ക് യു. നോക്കൂ, സത്യമായിട്ട് പറയാം, നിങ്ങൾ അനുഗ്രഹം എന്നൊന്നും അനുഗ്രഹിക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ നിങ്ങളെ പോലെ സാധാരണയായ ഒരു മനുഷ്യനാണ്. അപ്പോൾ അനുഗ്രഹമൊന്നുമില്ല. നമ്മൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നു. അനുഗ്രഹിക്കുന്നൊക്കെ ദൈവവും വലിയ ഗുരുക്കന്മാരും ഒക്കെയാണ് നമുക്ക് അനുഗ്രഹം നൽകുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരനായ മനുഷ്യൻ. അങ്ങനെ ആയാൽ മതി, അങ്ങനെ നിന്നാൽ മതി. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഹലോ, പറഞ്ഞു. എനിക്ക് ഒരാൾ കുറച്ച് പൈസ തരാണ്ട്, അത് കിട്ടാൻ എന്താ മാർഗം? 65,000 രൂപ ഉണ്ട്. സെയിം ചോദ്യം. കിട്ടാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്താന്ന് പറഞ്ഞു തരട്ടെ? ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എടുത്തവരാണ് ഈ ചോദിക്കുന്നത്. എന്നാലും ചെറിയ ലളിതമായ ചോദ്യം, അവരെ വിളിച്ചിട്ട് കാശ് തരുമെന്ന് പറയുക. അപ്പൊ ഒരു ദിവസം പറഞ്ഞ ആൾ കാശ് തരുന്ന 2ാമത് വീണ്ടും ചോദിക്കാം, 3ാമത് ചോദിക്കാം, 4ാമത് ചോദിക്കാം.
അപ്പോൾ അയാൾ ദേഷ്യപ്പെടും. ഏയ് കേൾക്കുക, കുറെ ചോദിക്കും രീതിയിലും ഇന്ന് രീതിയിലും വ്യത്യാസപ്പെടും. നിങ്ങൾ ഇതുവരെ ആളൊരു ദേഷ്യത്തോട് ചോദിച്ചാൽ നിങ്ങൾ നന്ദിയോട് ചോദിക്കൂ എന്നുള്ള രീതിയിൽ ചോദിക്കുക. അങ്ങനെ ഞാൻ ഒറ്റയടിക്കത് ഒരു മറുപടി പറയുന്നതോ അതിനൊരു ഒറ്റ സിംഗിൾ ആയിട്ടുള്ള മറുപടിയും ഇല്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ എല്ലാ ഭാഗവും നമ്മൾ പറയുന്നുണ്ട്. ഒരാളെ കയ്യിലില്ലെങ്കിൽ അയാൾ എവിടെ നിന്ന് തരും? അത് വലിയൊരു വിഷയമാണ്. അല്ലെങ്കിൽ രണ്ട് രീതിയാണ് ഒരാൾ കാശ് തരാതിരിക്കുന്നതിനുള്ളത്. ഒന്ന്, അയാളിൽ തരാൻ സാമ്പത്തികമായി ഇല്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അയാൾക്ക് തരാൻ മനസ്സില്ല. ഇതിൽ ഏതാണ് ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. മനസ്സില്ലാത്ത ആളായാലും അയാൾക്ക് നന്ദി കൊടുക്കുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരമായി കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സലിയും, അയാൾക്ക് മാറ്റമുണ്ടാവും. ഇത് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന ടെക്നിക്കാണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് എടുത്തുകൊണ്ട് അതിൽ തന്നെയുള്ള കാര്യമാണ്. രണ്ടാമത്തത്, അതായത് ഒരാൾക്ക് നന്ദി തരാൻ തീരെ താല്പര്യമില്ലാത്തയാളെ ചിലപ്പോ ചതിക്കാൻ തിറങ്ങിയ ഒരാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾക്ക് നന്ദി കൊടുക്കുന്നതിനുള്ള അയാൾ ആ ചതിയില്ലാതെ മനസ്സ് മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അയാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഒന്നാമത്തെ. രണ്ടാമത്തെ ആൾക്കാർക്ക് തിരിച്ചു തരാൻ കാശില്ലാത്തവന് അവനെന്താ ചെയ്യുക? അവൻ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാവട്ടെ, അവന് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന് വേണ്ടി നന്ദി പറയുക, അവൻ നന്നായി കാണട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. അങ്ങനെ നന്നായി കാണുമ്പോൾ അവൻ കാശ് തരും. ഇതാണ് ലളിതമായ മാർഗം. മറ്റൊരു മാർഗവും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവനും പ്രാർത്ഥിക്കുന്നുണ്ടാവും, എനിക്ക് കുറച്ച് കാശ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവർക്ക് കൊടുത്തേനെ എന്ന് അവനും പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പോ അവന്റെ കൂടെ നിൽക്കുക. മറ്റവനോ, അവൻ ഒരു കാര്യമില്ല, പോയാ പോട്ടെ എന്ന് പറയുന്നവനോട് എന്ത് പറയാനാ? ഒന്നും പോത്തിന്റെ ചെവിയിൽ എന്തോതരുത്. അതുപോലെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അതേ കാശ്. മറ്റൊരു കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന വേറെ ടെക്നിക്ക് ഉണ്ട്. ഞാൻ ലളിതമായി പറഞ്ഞുതരാം. നമുക്ക് ആവശ്യം എന്താണ്? പണമാണ്. പണം ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രം വരണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ. പണത്തിന് വിവിധമായ മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഇതിന് പിടിച്ചു നിൽക്കുന്നതിന് പകരം യൂണിവേഴ്സിനോട് പറയുക, വിവിധമായ മാർഗങ്ങളിലൂടെ എനിക്ക് കാശ് വരട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. 100 വഴികൾ, 1000 വഴികൾ ഓപ്പണായി വരും അതിന് തത്തുല്യമായ പൈസ കിട്ടാനായിട്ട്. 1000 വഴികൾ. കാശ് അങ്ങനെ തന്നെയാണ്. അതിന്റെ തത്വം അങ്ങനെ. മണിയുടെ തത്വം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അത് തന്നെ തരണമെന്നൊന്നും വാശി പിടിക്കുന്നത്, ഇല്ലാത്തവനോടും തരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഞാൻ കൂടുതൽ അടുത്ത ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും.